അല്ല, ഇത്രയും നാളായിട്ട് ലോക്കാവാത്ത ഡോറ് ഇപ്പൊ എന്താ ലോക്കായി പോയി? ഡോറിന് ജാമായി പോയതാണോ? അവ റൂമിലുണ്ടോ? റെഡി ആയിക്കൊണ്ടിരിക്കും അല്ലേ? അറിയില്ലമ്മേ. ത്രിവിക്രമേ റെഡി ആയിട്ടില്ല. പിന്നെ തൃശൂല് റെഡി ആയിട്ടുണ്ടാവോ? കൊച്ചമ്മേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. അവൻ വെറുതെ ഇരിക്കുമായിരിക്കും. അവൻ എവിടെയാ ഇപ്പൊ ഉള്ളത്? റൂമിൽ തന്നെയാണോ? തൃശൂൽ, അമ്മ എങ്ങോട്ടാ പോകുന്നത്? അവ റെഡിയായോ ഇല്ലയോ നോക്കിട്ട് വരട്ടെ മോനെ. അമ്മ അവൻ റെഡിയായി ഇങ്ങോട്ട് വന്നോളും. ത്രിവിക്രം, നീ ഒന്ന് ചുമ്മാതിരുന്നേടാ. തൃശൂൽ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയാം. കൊച്ചമ്മ വാ. നമ്മൾ പറഞ്ഞ അവൻ വേഗം റെഡി ആയിട്ട് വരുന്നേ. തൃശൂർ റൂമിലില്ല. എന്തോന്ന്? റൂമിൽ അവൻ ഇല്ലെന്നോ? ഇല്ല. പിന്നെ എവിടെ പോയി അവൻ? മഞ്ഞള് തേച്ച് പുറത്തു പോകാൻ പാടില്ലല്ലോ. കൊച്ചമ്മേ, കുറച്ചു നേരം ഇവിടെ നിൽക്കുക. ഞാനൊന്ന് പോയി അവൻ എവിടെയാ ഉള്ളേ നോക്കിയിട്ട് വരാം. അമ്മ പോയി നോക്കിട്ട് വാ. അമ്മ എന്തിനാ വരുന്നേ? തൃശ്ശൂരിലെ ഞാൻ തന്നെ പോയി നോക്കിയിട്ട് വരാം. കൊച്ചമ്മേ, അവനെ 4 വഴക്ക് പറഞ്ഞാ അവൻ വേഗം റെഡിയായി വരുന്നേ. അതൊക്കെ താഴെ വെച്ച് പറഞ്ഞാ പോരെ? ത്രിവിക്രം, അമ്മയാണെങ്കിൽ 2 ദിവസമായിട്ട് ഓടി നടന്ന് ആകെ ക്ഷീണിച്ചിരിക്കുക. ഇനിയും എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? തൃശ്ശൂരിനെ ഞാൻ തന്നെ പോയി വിളിച്ചോണ്ട് വരാം. അല്ല മാം, തൃശ്ശൂരിന് കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ? അവന് പ്രത്യേകിച്ച് പറയണോ? എന്ത്? അവൻ ഓൾറെഡി റെഡി ആയിരുന്നു. റെഡി ആയിരുന്നോ? എന്നിട്ട് പിന്നെ നീ നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞതോ? അമ്മ, ആക്ച്വലി ഞാനത് മറന്നുപോയതാ. റെഡി ആയിട്ട് അവൻ എങ്ങോട്ടാ പോയത്? അല്ല, ഇനി ത്രിവിക്രം ബ്രോ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും. ഒന്നും മനസ്സിലാവുന്നില്ല. ബ്രോ 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 ഈ വാതിലും തുറക്ക്. ഇനിയിപ്പ എന്താ ചെയ്യാ? എങ്ങനെ തുറക്ക? മുഹൂർത്താവുന്നവരെ ഞാൻ ഇവിടെ തന്നെ കിടന്ന പിന്നെ ശിവാനിയുടെ കഴുത്തില് ത്രിവിക്രം ബ്രോ. എന്റെ ദൈവമേ, ഇല്ല, ശരിയാവില്ല. വീട്ടുകാരൊക്കെ എന്നെ എന്തായാലും അന്വേഷിക്കേണ്ടതല്ലേ? അപ്പൊ എന്തായാലും എന്നെ അന്വേഷിച്ച് വരില്ലേ? അമ്മ, അവനെ ഡാഡി വിളിച്ചോണ്ട് പോയതാ താഴോട്ട്. അവനെ എന്തിനാ കൊണ്ടുപോയത്? എന്തോ ജോലി ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് വിളിച്ചോണ്ട് പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോയിട്ട് വരാം. നീ വെറുതെ സമയം പാഴാക്കല്ലേ, വേഗം റെഡി ആവാൻ നോക്ക്. ശരിയമ്മ. വാ മധു. നിങ്ങൾ മോനെ ഇങ്ങനെ താലോലിച്ചത് മതി. സെക്യൂരിറ്റി പോലെ ഇങ്ങനെ പുറകെ നടക്കുന്നത് മതി. ഇവൻ എങ്ങനെയാ പുറത്തു വരാന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഇവൻ ഇടയ്ക്ക് ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആളായതുകൊണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ അന്വേഷിക്കാന്ന് വീട്ടുകാർ വിചാരിച്ചെന്തേ? അങ്ങനെയാണെങ്കിൽ പണിയാണല്ലോ. പിന്നെ ശിവാനി എനിക്ക് ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. അയ്യോ, പിന്നെ ശിവാനി എനിക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ശിവാനിയെ വേണം. എന്ത് ചെയ്യും? ബ്രോ, വാതിലൊന്ന് തുറക്ക്. ഹലോ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ദർശ, അങ്കിളെ, വരുന്നു മോനെ. ഇപ്പൊ വരാം. എന്തിനാടാ മരുമോനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ കാര്യം പറഞ്ഞു. തൽക്കാലം അങ്കിളുടെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ നിൽക്ക്. എടാ, താഴെ എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. നീ എന്താ കാര്യം വേഗം പറ. എന്റെ അങ്കിളെ, ഈ ഡോറിനടുത്ത് കുറച്ചു നേരം നിൽക്ക്. നീ എന്താടാ മോനെ എന്നെ സെക്യൂരിറ്റി ആക്കാൻ പോവാണോ? അവിടെ അളിയനാണെങ്കിൽ എന്നോട് ഒരുപാട് ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നീയും കൂടി ഇങ്ങനെ. അങ്കിൾ, ആ ജോലിയൊക്കെ ഒന്ന് മാറ്റി വെക്ക്. എന്നിട്ട് ഇവിടെ കുറച്ചു നേരം നിൽക്ക്. ഇതിനകത്ത് എന്താ മോനെ വല്ല നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുക? വെറും നിധിയല്ല, തൃശ്ശൂലകത്തുണ്ട്. തൃശ്ശൂലിനെയോ? മരുമോനെ, നീ എന്തോ പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലേ? അവനെ ഞാൻ ബാത്റൂമിൽ പൂട്ടിയിട്ടിരിക്കുക. എന്താടാ ഈ പറയുന്നേ? ഇങ്ങോട്ട് വന്നേ. ഹലോ, ഈ വാതിലും തുറന്നാരോ? ഈ ബ്രോ ഇതുവരെയായിട്ടും വരാത്തത് മുഹൂർത്തത്തിനുള്ള സമയമായിക്കൊണ്ടിരിക്കുക. ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശിവാനി കിട്ടത്തില്ല. ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യാ? ബ്രോ, നീ ഇത് എവിടെ പോയി കിടക്ക? മരുമോനെ, തൃശ്ശൂര് ബാത്റൂമിൽ കുടുങ്ങി കിടക്കാണല്ലോ. ഇങ്ങനെ തുള്ളിക്കളിക്കാതെ മര്യാദക്കോടെ നിൽക്ക്. എന്റെ മരുമോനെ, ഞാൻ ഒറ്റയ്ക്കൂടെ നിന്നാ മതി. 100 ആനയുടെ ബലം ഉള്ളതുപോലെയാ. മനുഷ്യനല്ല, ഒരു കൊതുക് വന്നപ്പോലും പിടിച്ച് നിലത്തിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞ. ഡോണ്ട് വറി, യു ക്യാൻ ഗോ. ശരി, കാര്യങ്ങളൊക്കെ അറിയാലോ, ശ്രദ്ധിച്ചു നിന്നോണം.
ഞാനല്ല മോനെ ഇവിടെ സൂക്ഷിച്ചു നിൽക്കേണ്ടത്. അകത്തൊരുത്തനില്ലേ, അവനാ. വിജയ് ഭവ, പൊക്കോ. നീ ചെല്ലടാ, ഡോൺ വറി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റ്. ഡേയ് വാടാ. ഞാനിത് ഹലോ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണേ. ശിവാനി, 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 ശിവാനി ഇങ്ങോട്ട് നോക്ക്. എന്നെ ആരും വിളിച്ചതുപോലെ തോന്നിയല്ലോ. തൃശൂലിന്റെ ശബ്ദം പോലെയാ തോന്നിയത്. എവിടെയുള്ളത് അവൻ? ശിവാനി, ദേ മുകളിലേക്ക് നോക്ക്. ഇങ്ങോട്ടേക്ക് ഒന്ന് കേറി വന്നേ. എന്റെ അമ്മോ, അവസാനം ഇങ്ങോട്ട് നോക്കിയല്ലോ. സമാധാനേ. ശിവാനി, ശിവാനി ഇവിടെ വന്നൊന്ന് എന്നെ രക്ഷിക്കേ. ഇവനെന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? എന്നെ ശല്യം ചെയ്യാതെ ഒരു സമാധാനം കിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനായിട്ടതിന് അവസരം കൊടുക്കണ്ട. ശിവാനി പോവല്ലേ, 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 നിൽക്കവിടെ. ശിവാനി എന്നെ ഒന്ന് വന്ന് രക്ഷിക്കേ പ്ലീസ്, ഒന്ന് വന്ന് രക്ഷിക്കേ. രക്ഷിക്കാന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്താ പറ്റി ഇവന്? ഏയ് തൃശൂൽ, നീ എന്താ അവിടെ ചെയ്യുന്നേ? ഇവിടെ ബാത്റൂമിൽ ഞാൻ ലോക്കായി പോയി. ഡോറ് ലോക്കായി പോയി. ശിവാനി, കള്ളം പറയണ്ട. നീ എന്നെ അങ്ങോട്ട് വരുത്താനുള്ള നിന്റെ അടവല്ലേ ഇതൊക്കെ? അല്ല ശിവാനി, ഞാൻ പറഞ്ഞ സത്യം, ഡോർ ലോക്കായി. രക്ഷിക്കേ, കേറി വാ. ഇവൻ ഇപ്പൊ ഇത്തിരി കൂടുന്നുണ്ട്. എന്തായാലും അവിടെ പോയി കണ്ടിട്ട് തന്നെ കാര്യം. ഞാൻ വരാം അങ്ങോട്ട്. അമ്മേ, എന്റെ പെണ്ണ് വരുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാ. നിൽക്ക്. നീ ഇത് എവിടേക്ക് എന്നെ കൊണ്ട് പോകുന്നേ? ഇവിടെ എങ്ങും ആരുമില്ല. എന്താന്ന് പറയ്. നീ രാവിലെ പറഞ്ഞില്ലേ തൃശ്ശൂലിന് ഒറ്റയ്ക്ക് കിട്ടണമെന്ന്? അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത്? തൃശ്ശൂൽ ഒറ്റയ്ക്കാണുള്ളതെന്നോ? എവിടെയുള്ളത്? പറയൂ. കൂൾ കൂൾ, നീ കുറച്ചൊന്ന് സമാധാനിക്കേ. എന്നെ സമാധാനിപ്പിക്കാനൊന്നും നീ ശ്രമിക്കണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ എവിടെയാണെന്ന് പറയ്. അവനെ ഞാൻ റൂമിൽ ലോക്ക് ചെയ്തിരിക്കുക. അവിടെ വേറെ ആരുമില്ലേ? ആരുമില്ല, അവൻ ഒറ്റയ്ക്കാ. എന്താ, ഒറ്റയ്ക്കാണെന്നോ? അവനെ ഒരു 5 മിനിറ്റ് എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയാൽ മതി. വന്ന കാര്യം തീർത്ത് ഞാൻ അവനെയും കൊണ്ട് ഇവിടുന്ന് പോയിക്കോളാം. അവനെ നീ എന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ ഞാൻ ചെയ്തോളാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നീ ആലോചിക്കണ്ട. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇതുകൊണ്ട് നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിനക്കൊരു പേടിയുമില്ലാതെ കല്യാണത്തിൽ പങ്കെടുക്കാം. നിന്റെയും ശിവാനിയുടെയും കല്യാണം ഉറപ്പായിട്ട് നടക്കും. അത് മാത്രം നടന്നാ മതി. നടക്ക്. അവൻ എവിടെയാണെന്ന് വെച്ചാൽ കാണിക്ക്. വാ. എനിക്ക് ഒരു ലക്ഷ്യമില്ലാന്നല്ലേ പറയുന്നേ. നീ ഇപ്പൊ കുഴിയിൽ വീണില്ലടാ. എന്റെ മരുമോന്റെ കല്യാണം തടയാൻ വേണ്ടി വന്നവനല്ലേ നീ? ഇപ്പൊ ഈ ബാത്റൂമില് കുടുങ്ങില്ലേ നീ? ഒച്ച വെക്ക്, കുറച്ചുകൂടി ഒച്ച വെക്ക്. ആരും നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. കല്യാണ പെണ്ണെന്താ ഇങ്ങനെ ഓടി നടക്കുന്നേ? റെഡിയാവുന്നില്ലേ? ആവണം. ഇത്ര അർജന്റ് ആയിട്ട് പോവാന്ന് വെച്ചാ കല്യാണ ചെക്കനെ കാണാനാണെന്ന് തോന്നുന്നു. പോ. അയ്യോ, അങ്ങനെയൊന്നുമല്ല. അവളുടെ മുഖം കണ്ട അറിയില്ലേ അവക്ക് നാളെ എത്ര വരുന്നു? വാ തുറന്നു ഇനി പറയണോ? അയ്യോ അല്ല, ഞാൻ ത്രിവിക്രമനെ നോക്കി പോകുന്നതല്ല ആന്റി. മുഖം കണ്ട അറിയില്ലേ നാളെ എത്ര വരുന്നു? ശിവാനി ഇതുവരെ വന്നില്ലല്ലോ. അയ്യോ, ശിവാനി ഞാൻ പറഞ്ഞൊന്നും വിശ്വസിച്ചില്ലേ?
ആരെങ്കിലും വന്നി വാതിൽ ഓർന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ ഞാൻ? ശിവാനി, ശിവാനി. ഡാ ഡാ ഡാ, നീ ഇങ്ങനെ കിടന്ന് എത്ര ഒച്ച വെച്ചാലും കൂവി വിളിച്ചാലും നിന്നെ ഇവിടെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല. അമ്പമ്പമ്പമ്പോ, നീ ആള് കൊള്ളാലോ. എന്റെ മരുമോൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെ തന്നെ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നവനല്ലേ നീ? എത്ര വലിയ സാമർത്ഥ്യക്കാരനാടാ നീ. അനുഭവിക്കും, അവിടെ കിടന്നങ്ങനെ അനുഭവിക്കും. അതും ബാത്റൂമിൽ, അതും ബാത്റൂമിൽ. വെള്ളമില്ല, വെളിച്ചമില്ല. അങ്കിളെ, എന്റെ ജുവൽസ് ഒന്നും കാണുന്നില്ല, ഒന്ന് നോക്കാവോ? ഞാനോ? നിങ്ങൾ തന്നെ അങ്കിളെ. അല്ല, ഞാനിവിടെ ഒരു ഇമ്പോർട്ടന്റ് ജോലിയില്ല, എനിക്കിപ്പോ വരാൻ പറ്റില്ല. എന്ത് ഇമ്പോർട്ടന്റ് ജോലി? ഒന്ന് എന്റെ കൂടെ വാ അങ്കിളെ. മോളെ പറ്റാത്തുണ്ടല്ലേ? എന്തുകൊണ്ട് പറ്റില്ല? പറ്റും, എന്റെ കൂടെ ഒന്ന് വാ അങ്കിളെ. മോളെ ഞാനിപ്പോ വന്ന മരുമോ എന്നെ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കും. മോളെ, അവിടെ ആ കട്ടിലടിയിൽ വല്ലതും ഉണ്ടാവും, നീ പോയി ശരിക്കും നോക്ക്. കിട്ടിയില്ല അങ്കിളെ, ഇപ്പൊ എന്റെ കൂടെ വരാനാ പറഞ്ഞേ. ഒന്ന് വാ മോളെ, അങ്കിളെ. ഞാനൊരു ഇമ്പോർട്ടന്റ് ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തെന്താ? വെറുതെ ഇവിടെ നിക്കുവല്ലേ, എന്താ ഇമ്പോർട്ടന്റ് ജോലി? ഞാൻ ഇവിടെ വെറുതെ നിക്കുവാണെന്നോ? ഐ എം ഓൺ ഡ്യൂട്ടിയാ. ശരി, റൂമിൽ ആരാ ഉള്ളേ? ആരും ഇല്ല മോളെ. അയ്യോ, മാറി നിൽക്കാൻ. അകത്ത് ആരാ ഉള്ളേന്ന് ഞാൻ നോക്കാം. നിക്കടെ, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? ഞാൻ കൂടെ വരണം. അതെ, വാ അങ്കിളെ. അങ്ങോട്ട് എന്താ ഈ നോക്കുന്നേ? ശരി, നിങ്ങൾ വരണ്ട, വേണ്ട മോളെ, ഞാൻ തന്നെ വരാം. ഹെൽപ്പ് മീ. ഹലോ, റൂമിലേക്ക് ആരും പോയിട്ടില്ലല്ലോ അല്ലേ? ശിവാനി, ശിവാനി. അയ്യോ എന്നമ്മേ, ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. കുറച്ചേരം കൂടെ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയായിരുന്നെങ്കിൽ കാറ്റ് പോയേനെ. താങ്ക് യു ശിവാനി, താങ്ക് യു സോ മച്ച്. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്റെ അടുത്തോ? എന്റെ അടുത്ത് അതിനും മാത്രം എന്താണ് സംസാരിക്കാനുള്ളത്? ഭാഗ്യം, ഇപ്പോഴെങ്കിലും നിന്റെ മനസ്സ് മാറിയല്ലോ. എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞേക്ക്, കാരണം താലി പോക്കറ്റ് തന്നെ ഉണ്ട്. തൃശൂൽ. ഓ സോറി, മുഹൂർത്തം ഇതുവരെ ആയിട്ടില്ലല്ലേ? ശരി, പറ, എന്താ പറയാനുള്ളത്? ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കേട്ടാലോ. എന്റെ കൂടെ വാ. നിന്റെ കൂടെ? ശിവാനി, നീ ശരിക്കും ശിവാനി തന്നെയല്ലേ? നിനക്കിത് എന്താ പറ്റിയത് തൃശൂൽ? ഒന്നുമില്ല, ഒന്നുമില്ല, നടക്ക. അങ്കിളെ, അങ്കിൾ ഇവിടെ എന്താ ചെയ്യുന്നേ? അത് പിന്നെ നിന്റെ അനിയത്തി എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ മോനെ? ഞാൻ ഏൽപ്പിച്ച ജോലി അത് എന്റെ കൺട്രോളിൽ തന്നെയാണ് വരുമോനെ. വീണ, നിന്നെ താഴെ അമ്മ അന്വേഷിക്കുന്നുണ്ട്. അയ്യോ, അമ്മ എന്തോ ഒരു ജോലി പറഞ്ഞിരുന്നു, ഞാനിത് മറന്നുപോയി. അത് ചെയ്തു കൊടുത്തിട്ട് വരാം, ഇല്ലെങ്കിൽ മമ്മി എന്നെ കൊല്ലും. വേഗം തല്ലേ. താങ്ക്സ് വരുമോനെ. അങ്കിളെ, ആ റൂമിൽ തന്നെ ഉണ്ടല്ലോ. അതേ വരുമോനെ, അവൻ ആ ബാത്റൂമിൽ തന്നെ അങ്ങനെ പെട്ട് കിടക്ക. എന്നാ വാ നോക്കാം. അല്ല വരുമോനെ, നിന്റെ ഈ ഫ്രണ്ടോ, അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയോ? അങ്കിളെ, അതൊക്കെ എന്തിനാ പറയുന്നേ? ആദ്യം പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്കിയപ്പോരെ? വാ. അതെ അതെ, ആദ്യം അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം.
രാവിലെ മുതൽ കുറ്റി അടിച്ചു നിന്ന് കാലൊക്കെ മരവിച്ചു പോയി. ശരി വാ. വരും. അങ്കിളെ, ഡോർ ഓപ്പൺ ചെയ്യാൻ കീ വേണ്ടേ? ഓ ദാ. മരുമോനെ, ഡോർ ഓപ്പൺ ആണല്ലോ. ഡോർ എങ്ങനെ ഓപ്പൺ ആയേ? ഇതെന്താ മരുമോനെ, അവനെ ഈ ബാത്റൂമിൽ കാണുന്നില്ലല്ലോ. ഇനി വാതിലിന്റെ ഇടയിൽ അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. കൊള്ള ചെറുക്കനവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. തൃശൂലേ, എവിടെ നീ? എവിടെയാന്ന്? വാടാ, ഇറങ്ങി വാടാ. തൃശൂലേ, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലല്ലോ. മുതലാളി, വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ കുറച്ച് ചടങ്ങുകൾ മാത്രം ബാക്കിയുണ്ട്. അതൊക്കെ നടന്നോളൂടാ. നീ ഒരു കാര്യം ചെയ്യ്, തൃശ്ശൂരിനോട് എല്ലാ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ. ശരി മുതലാളി. എവിടെ പോയി അവൻ? അവനെ തന്നെ ഞാനും അന്വേഷിക്കുന്നത്. ഒരു മിനിറ്റ് നിൽക്കടാ. ദമയന്തി, എന്താ? കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, പൂജാരിക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഈ തൃശ്ശൂർ എവിടെ പോയി കിടക്കുക? എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കേണ്ട സമയത്ത് അവനെ ഇവിടെ കാണുന്ന പോലുമില്ല. നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? അവൻ ഇവിടെ എവിടെയോ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ശിവാനിയും വന്ന് എന്നോട് ഇതേ കാര്യം ചോദിച്ചു. നീ ഇപ്പൊ അത് തന്നെ ചോദിക്കണോ? കുറച്ചു മുമ്പ് നിങ്ങൾ തന്നെയല്ലേ എന്തോ ആവശ്യത്തിന് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഞാനെപ്പോ വിളിച്ചോണ്ട് വന്നു? പിന്നല്ലാതെ. എടാ നന്ദീശ, നീ അവനെ വല്ലതും വിളിച്ചോണ്ട് വന്നോ? ഇല്ല മുതലാളി, ഞാൻ വിളിച്ചിട്ടില്ല. നന്ദീശ, ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. തിരക്കിനിടയിൽ നീ മറന്നുപോയതായിരിക്കും. ഇല്ല കൊച്ചമ്മേ, ഞാൻ മറന്നല്ല. ഇനിയിപ്പോ ഞാൻ വിളിച്ചിരുന്നെങ്കിൽ തന്നെ അവൻ എന്റെ ഒപ്പം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എത്ര നേരമായി അവനെ തന്നെ അന്വേഷിച്ചോണ്ടിരിക്കുന്നു. നന്ദീശ, നീ അവന്റെ ഫോണിലൊന്ന് വിളിച്ചേ. ശരി മുതലാളി. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ എടുക്കുന്നില്ല മുതലാളി. ഇവന്റെ ഒരു കാര്യം, ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയുണ്ട്. ഇത് എവിടെ പോയി കിടക്കടാ ഇവൻ? എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. നീ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നേ? അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിലുണ്ടാവും. നീ ചെന്നൊന്ന് നോക്കി. അതെ, നിങ്ങളും കൂടെ ഒന്ന് വന്നേ, പോയി നോക്കാം. ശരി വാ, ഞാൻ ഇവിടെ വരാം. ഇതെന്താ മരുമോനെ, ഇടത് കവിളിൽ അടിക്കുന്നു വിചാരിച്ചപ്പോ വലത് കവിളിൽ അടിച്ചല്ലോ. അങ്കിളെ, തൃശ്ശൂർ എവിടെ? മരുമോനെ, ദൈവ സത്യമായിട്ട് എനിക്കറിയില്ല. നീ വാതിൽ പൊട്ടി കാവിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോയില്ലേ? അവിടെ തപസ് നിൽക്കുന്ന പോലെ ഒരേ നിലയ്ക്ക് നിൽക്കായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് ആ വൃത്തികെട്ടവൻ എങ്ങനെ ഇവിടുന്ന് ചാടിപ്പോയെന്ന് എനിക്കറിയില്ല. നിങ്ങളല്ലേ വിശ്വസിപ്പിച്ചിരുന്നേ? ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലല്ലേ? മരുമോനെ, എടാ മരുമോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ശരിക്കും അവനിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് മനസ്സിലായി, ഞാൻ വിശ്വസിച്ചു. നീ അവനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനോട് രക്ഷപ്പെട്ട് പോയില്ലേ? ഇനി എന്റെ കല്യാണം നടക്കില്ല. അവനെല്ലാം ഇല്ലാതാക്കും. നോ നോ മരുമോനെ, നിന്റെ കല്യാണം നിർത്താൻ അവനെ കൊണ്ട് സാധിക്കില്ല. ഈ അമ്മാവൻ നിനക്ക് വാക്ക് തരിക. ആ വൃത്തികെട്ടവൻ എവിടെ പോയി മുങ്ങിയാലും അവനെ ഞാൻ പിടിച്ചോണ്ട് വരും. ദേ നോക്ക്, എന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. അല്ലെങ്കിൽ വേണ്ട, വാക്ക്. ഞാൻ ഇപ്പൊ പോയി ഇപ്പൊ തന്നെ തിരിച്ചു വരാം. നീ കണ്ടോ? ശിവാനി, ശിവാനി, ഇത് എന്നെ എവിടേക്ക് വലിച്ചോണ്ട് പോകുന്ന? നിക്ക്. സംസാരിക്കാനോടെന്ന് പറഞ്ഞില്ലേ, മിണ്ടാതെ വന്നേ. എന്താണെന്ന് പറയുന്നേ? എല്ലാം ഞാൻ പറയാം, ഒന്ന് വാ. ശിവാനി, എന്താന്ന് വെച്ചാ പറയ്. എന്താന്ന് വെച്ചാ തുറന്നു പറയ് ശിവാനി, പറ. നിനക്ക് ഈ കല്യാണം ഇഷ്ടമല്ല, അത് പറയാൻ വേണ്ടില്ല എന്നെ വലിച്ചോണ്ട് പോകുന്നേ. തൃശൂർ, നിന്റെ മനസ്സിൽ ഈ ഒരു ചിന്തയില്ലാതെ വേറെ ഒന്നുമില്ല അല്ലേ? അതോ എന്നെ വേദനിപ്പിക്കാനായിട്ട് ഓരോന്നിങ്ങനെ പറയാണോ നീ? ശിവാനി, അത് പിന്നെ എന്റെ വാക്കുകൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാവുമായിരിക്കാം, പക്ഷെ അതിന്റെ അവസാനം എത്തിക്കഴിയുമ്പോ അത് ലവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. തൃശൂർ, മതി. എനിക്ക് നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് വേറൊരു കാര്യം. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം നീ ഉത്തരം തരണം. ഉത്തരം തന്നേ പറ്റുള്ളൂ അല്ലേ? ഒരു പക്ഷെ ഞാൻ തന്നില്ലെങ്കിലോ? പ്ലീസ് ശിവാനി, എന്നെ തോൽപ്പിച്ച് വീണ്ടും ഈ ക്ലാസ്സിൽ തന്നെ ഇരുത്തരുത്. അറ്റ്ലീസ്റ്റ് ഈ എക്സാമിൽ ഞാൻ പാസ്സായില്ലെങ്കിൽ സപ്ലിമെന്ററി എഴുതിട്ടെങ്കിലും ഞാൻ പാസ്സായിക്കോട്ടെ. ഞാൻ സീനിയർ ആയിട്ട് വന്നോളാം. തൃശൂർ, നിന്റെ ഓരോ പൊട്ടത്തരങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാനായിട്ട് എനിക്ക് സമയമില്ല. മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ഞാനും റെഡി ആവണല്ലോ. എന്താ പറഞ്ഞേ? അത് എക്സാമിനുള്ള സമയമായല്ലോ.
സത്യം പറ തൃശു, പെട്ടെന്ന് ഒരു ദിവസം നിന്നെ കാണാതായില്ലേ? അത് നീ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതാണോ അതോ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണോ? ശിവാനി, നിനക്ക് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അറിയില്ലേ? അത് വിട്ട് ഈ എസ് എ പോലത്തെ ചോദ്യങ്ങൾ വെച്ച് മനുഷ്യൻ വെറുതെ കുഴപ്പിക്കുന്ന എന്തിനാ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാ മതി. പറ, എല്ലാവരുടെയും ശ്രദ്ധ നിന്റെ മേലെ വരാൻ വേണ്ടി വേണമെന്ന് വെച്ച് ചെയ്തതാണോ നീ, അതോ ആരെങ്കിലും നിന്നെ കടത്തിക്കൊണ്ടു പോയതാണോ?